നമസ്കാരം, ശ്രീജയാണ് പീരുമേട്ടിൽ നിന്ന്. കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ കുറേ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ അതിന് സാധിച്ചില്ല. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട്, പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഈ ഒരു കാര്യം. എങ്കിലും ഇത് നമ്മളൊന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. പ്രമുഖ മാധ്യമങ്ങളിലൊന്നും ഇത്തരം വാർത്തകളൊന്നും വരില്ലല്ലോ. അപ്പം നമ്മൾ വളരെ ചെറിയ മാധ്യമങ്ങൾ, വളരെ തൻ്റെ അടുത്തോടു കൂടി റിപ്പോർട്ട് ചെയ്ത കുറച്ച് മാധ്യമങ്ങളുണ്ട്. അത് വളരെ ജെന്യുവിനായിട്ട് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അതിൻ്റെ സത്യസന്ധത മനസ്സിലായതുകൊണ്ടുമാണ് ഇങ്ങനെ ഒരു കാര്യം വീണ്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ ഇന്ന് മിക്ക അടുക്കളകളിലും ഉപയോഗിക്കുന്ന, എല്ലാ അടുക്കളകളിലും തന്നെ ഉപയോഗിക്കുന്ന എല്ലാ പ്രമുഖ ബ്രാൻഡിലുള്ള കറി മസാലകളും മുളക് പൊടിയും മല്ലിപ്പൊടിയിലും എല്ലാം വിഷാംശം കലർന്നിട്ട് വരുന്നതാണ് എന്നുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ട് ജസ്റ്റ് വിട്ടിട്ടുണ്ടാവും, അവോയ്ഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇപ്പോഴും അതേ ബ്രാൻഡ് തന്നെ നമ്മുടെ അടുക്കളകളിൽ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് എത്രത്തോളം ദോഷമായിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ വീണ്ടും അത് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും, മുഴുവനായിട്ട് കേൾക്കത്തില്ല, അതല്ലെങ്കിൽ അവഗണിക്കും, അവഹേളിക്കും. ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയും. അതൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ കമന്റ് ചെയ്യാതെ പോകും, ലൈക്ക് ചെയ്യാതെ പോകും. ഇതൊന്നും കാര്യമല്ല. പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഇതാരും അവഹേളിച്ചാലും അവഗണിച്ചാലും ഒന്നും പ്രശ്നമില്ല. നമുക്ക് പറയാനുള്ളത് പറയുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക ബ്രാൻഡെന്നല്ല, ഇന്ന് നമ്മുടെ വിപണിയിലുള്ള എല്ലാ പ്രമുഖ ബ്രാൻഡിലുള്ള കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള വിഷാംശം കലർന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വളരെ വ്യക്തമായിട്ട് തന്നെ അത് വരുന്നുണ്ട്. ഇത് സർക്കാരിന്റെ അംഗീകൃത ഏജൻസികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന്, കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ശബരിമലയിൽ അരവണയിൽ ഏലക്ക യൂസ് ചെയ്ത ഏലക്കയിലെ വിഷാംശം കൊണ്ട് അത് ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്തപ്പോൾ അതിൽ വിഷാംശം ഉണ്ടെന്ന് മനസ്സിലായിട്ട് ലിറ്റർ കണക്കിന് അരവണ നശിപ്പിച്ചു കളയേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ ഇതൊന്നും പ്രമുഖ മാധ്യമങ്ങളിൽ വരത്തില്ല. അപ്പോ ഇതേപോലെ ഒരു അനുഭവം ഞങ്ങളുടെ വീട്ടിലുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്കറിയാം കൂടുതലും ഇതുപോലെയുള്ള ഫുഡ് പ്രോഡക്ട്സിലൊക്കെ മായം കലരുന്നതിന്റെ വാർത്തകൾ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നൂഡിൽസിൽ ഒരു പ്രമുഖ ബ്രാൻഡിന്റെ നൂഡിൽസ് മസാലയിൽ വിഷാംശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം ആ കേസ് ഒതുക്കി തീർത്ത കാര്യങ്ങൾ നമുക്കറിയാം. അതേപോലെ തന്നെ മറ്റൊരു ബ്രാൻഡിന്റെ നൂഡിൽസ് ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് നേരിട്ട് അനുഭവം ഉണ്ടായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം വീട്ടിൽ അജയന്റെ അനിയനാണ്, ഞങ്ങൾ മിക്കവാറും നൂഡിൽസ് വാങ്ങിക്കുന്നത്, കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമുള്ള നൂഡിൽസ് വാങ്ങിക്കുന്നതായിരുന്നു. ഈ ഒരു നൂഡിൽസ് വാങ്ങിച്ചപ്പോഴത്തേക്കും അത് ഡേറ്റ് ബാർ ആയിട്ടില്ല. ഈ ഡിസംബർ 2024 വരെ ഡേറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ്. അതിന്റെ പാക്കറ്റ് ഒന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പുറമെ നല്ല രീതിയിൽ ഇരിക്കുകയാണ്, സീല് പൊട്ടിയിട്ടും അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഈ പാക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്കും ദുർഗന്ധമാണ് വരുന്നത്. വല്ലാത്തൊരു സ്മെല്ലും അതിനകത്ത് പുഴു അരിക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിലാണ് നമുക്ക് ആ സാധനം കിട്ടിയത്. നമ്മൾ അപ്പം തന്നെ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ ഡയറക്റ്റ് വീട്ടിൽ വന്നിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇനി ഈ ബ്രാൻഡിന്റെ പേരൊന്നും പറയുന്നില്ല. കാരണം ഇപ്പോഴൊക്കെയാണ്, ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കിലൂടെ ഒരു ലൈവോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് മതി ഒരു കമ്പനിയുടെ സർവ്വ കാര്യങ്ങളും തീരാനായിട്ട്. അപ്പം തന്നെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്ത് ഭയങ്കര പ്രശ്നമാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ഈ കസ്റ്റമർ കെയറിൽ ഡയറക്റ്റ് വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാ പ്രോഡക്റ്റിന്റെയും പാക്കിങ്ങിൽ അവരുടെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും കസ്റ്റമർ കെയർ ഡീറ്റെയിൽസും നമ്പറും എല്ലാം ഉണ്ടാവും. അപ്പൊ അവർക്ക് നമുക്ക് അവരെ ഡയറക്റ്റ് വിളിച്ചത് സംസാരിക്കാം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ അത്രയും പ്രമുഖമായിട്ടുള്ളൊരു കമ്പനിയുടെ ചക്കിയാട്ട ഞങ്ങൾ വാങ്ങിച്ചിട്ട് അതിനകത്ത് നമ്മൾ അത് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കല്ല് കടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ അത് കല്ല് കണ്ട് ഞങ്ങളത് എടുത്ത് വെള്ളത്തിൽ ഇച്ചിരി ആട്ടപ്പൊടി ഇട്ടൊന്ന് അരിച്ചു നോക്കിയപ്പോഴത്തേക്കും നിറച്ചും പൊടി, തരി പോലെ മണൽത്തരികൾ പോലെ കിടക്കുകയാണ് അതിനകത്ത്. ഞങ്ങൾ അപ്പം തന്നെ വിളിച്ച് സംസാരിച്ചു. അവർ ഡയറക്റ്റ് കമ്പനിയുടെ ആളുകൾ വീട്ടിൽ വന്നു, നമ്മുടെ വീട്ടിൽ ഇവിടെ വന്നു. അവർ തൃശ്ശൂരിൽ നിന്നാണ് ഇവിടെ വരെ വന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവർ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് വേറെ തന്നു. കാരണം അവരുടെ കമ്പനിയുടെ ആ ഒരു റെപ്യൂട്ടേഷൻ അതേ ബാധിക്കരുത്. കാരണം നമ്മുടെ ഒരു പോസ്റ്റ് കൊണ്ട് പോലും അവർക്കതൊരു ദോഷം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് അവർ ഡയറക്റ്റ് വന്നത്. അങ്ങനെ വന്നത് ചെയ്യുന്ന ആൾക്ക് ഇനി ശ്രദ്ധിച്ചോളാം എന്ന് അവർ പറയുകയും ചെയ്തു. അതേപോലെ തന്നെ വേറൊരു കമ്പനിയുടെ ദോശമാവ് വാങ്ങിച്ചപ്പോൾ ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അതും നമ്മൾ വിളിച്ച് സംസാരിച്ചു. അവർ ആ ഇഷ്യൂ സോൾവ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് നേരിട്ട് വിളിച്ച് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ പലരും അത് യൂസ് ചെയ്യാറില്ല.
നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മൾ ഇടുക്കിയിലാണ്, പീരുമേടാന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇവിടെ നിന്നാണ് ഏലക്ക കൂടുതലായിട്ടും പോകുന്നത്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഏലക്ക പുറം രാജ്യങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ ഈ ഏലക്കയുടെ വിഷാംശം കൂടുതലുള്ളതുകൊണ്ട് അവരുടെ തുറമുഖത്ത് അത് ഇറക്കാൻ പോലും സമ്മതിക്കാതെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് തിരിച്ചുവിട്ട അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പല രാജ്യങ്ങളിലും വളരെ വ്യക്തമായ രീതിയിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഏലക്ക അവർ എടുക്കുകയുള്ളൂ. ഇങ്ങനെ റിജക്റ്റ് ചെയ്ത കിലോ കണക്കിന്, ടൺ കണക്കിന് ഏലക്ക റിജക്റ്റ് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും പുറം ലോകം അറിയില്ല, പക്ഷെ നമുക്കത് വ്യക്തമായിട്ട് അറിയാം ഇവിടെ നിൽക്കുന്നത് കൊണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്ര സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് പൗരബോധം എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ടാണ്. അവർക്ക് അവരുടെ വരും തലമുറയെ കുറിച്ചൊരു കൺസിഡറേഷൻ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ നമുക്കില്ലാത്തതും അത് തന്നെയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന് ഇല്ലാത്തൊരു കാര്യമാണ് പൗരബോധം എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് നമ്മളിപ്പം എവിടെയാണ് വണ്ടി ഓവർടേക്ക് ചെയ്യരുതെന്ന് പറയുന്നത് അവിടെ തന്നെ ഓവർടേക്ക് ചെയ്യുള്ളൂ. വളവുകളിൽ ഓവർടേക്ക് ചെയ്യുക, അതുപോലെ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. അത് ദോഷമാണെന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യും, വളരെ ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് അത് വീണ്ടും ഉപയോഗിക്കും. വലിച്ചെറിയരുതെന്ന് പറയുന്നിടത്ത് തന്നെ വലിച്ചെറിയും. കുപ്പിവെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുപ്പി വലിച്ചെറിയരുതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ റോഡിലെ കൊണ്ട് വലിച്ചെറിയത്തുള്ളൂ. ഇതാണ് എല്ലാവരും വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പൗരബോധം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ വിഷാംശം കാണുന്നത് മുളക് പൊടിയിലാണെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ മുളക് കൃഷി ചെയ്യുന്ന സമയത്ത് കുറെ വിഷം അടിക്കുന്നുണ്ടാവും. അതിനുശേഷം നമ്മളത് പൊടിക്കുന്ന സമയത്ത് കളർ കൂടാൻ വേണ്ടിയിട്ട്, അതേപോലെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ്, ഇങ്ങനെ പലതരത്തിലുള്ള വിഷം ചേർക്കുന്ന അവസ്ഥയുണ്ട്. അതുപോലെ എല്ലാ കറി പൗഡറുകളിലും, സാമ്പാർ പൊടിയിലാണെന്നുണ്ടെങ്കിൽ കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ട് മൃഗക്കൊഴുപ്പ് ഉണക്കി പൊടിച്ച് ചേർക്കുന്നുണ്ടെന്ന് വരെയാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ തൊടുന്നതിലെല്ലാം മായം കലരുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. അതുപോലെ നമ്മൾ നിത്യം അടുക്കളയിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയിൽ പോലും വിഷമാണ്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനിപ്പോ ഇതൊരു ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്കറിയാം, നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ നമ്മള് ഒന്നും അറിയാത്തവരാണ്, വിവരമില്ലാത്തവരാണ്, പൊട്ടന്മാരാണെന്നൊന്നും ആരും വിചാരിക്കരുതല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് പ്രതികരിക്കാനുള്ള കാര്യങ്ങളൊന്ന് പറയുക. അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് എന്നുള്ള രീതിയിൽ തന്നെ, ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിൽ തന്നെ എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും വളരെ ചെറിയ രീതിയിൽ ചെറുകിട സംരംഭങ്ങൾ നടത്തി ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്ന, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ഒക്കെ കൊടുക്കുന്ന ധാരാളം സംരംഭങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. വളരെ ചെറിയ രീതിയിൽ ലോൺ എടുത്ത് തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങളാവാം, അല്ലെങ്കിൽ സ്ത്രീകളായിട്ട് നടത്തുന്ന കുടുംബശ്രീ പോലെയുള്ള യൂണിറ്റുകൾ വഴി നടത്തുന്ന സംരംഭങ്ങളാവാം, വളരെ ചെറിയ രീതിയിൽ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യുന്നവരോ, അങ്ങനെ നമ്മളെപ്പോലെ തന്നെ വളരെ ചെറിയ സംരംഭങ്ങളിലൂടെ ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ നൽകുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളുടെ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില അല്പം കൂടുതലായിരിക്കും. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ്. ഇപ്പം ഉദാഹരണത്തിന് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്ന സാധനം നമ്മൾ അത് കൊടുക്കുമ്പോൾ, ഇപ്പം 1 കിലോ പച്ചമഞ്ഞളിന് 40 രൂപ 50 രൂപയാണ് ഏകദേശം വില വരുന്നത്. 1 കിലോ മഞ്ഞൾപ്പൊടി നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 6 കിലോ പച്ചമഞ്ഞൾ വേണം. ഏറ്റവും കുറഞ്ഞ കാര്യമാണ്. ഏറ്റവും കുറഞ്ഞ 6 കിലോ പച്ചമഞ്ഞളെങ്കിലും വേണം. ഇത് ഉണക്കി എടുക്കുമ്പോഴത്തേക്കും തന്നെയാണ്, ഉണക്കിയെടുത്തു അത് 1 കിലോ ആക്കി കഴിയുമ്പോൾ തന്നെ ഉണക്കമഞ്ഞളുടെ വില മനസ്സിലായല്ലോ. അപ്പോൾ അത് പിന്നീട് പൊടിക്കാൻ വേണ്ടി ഇതിന്റെ അധ്വാനം, ഇത്രയും പുഴുങ്ങി കഴുകി ഉണക്കി എല്ലാം എടുത്ത് അതിന്റെ അധ്വാനം, ഇത് പിന്നെ പൊടിക്കുന്നതിന്റെ കാര്യങ്ങള്, മില്ലിൽ കൊടുത്ത് പൊടിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വീട്ടിൽ പൊടിക്കുകയാണെങ്കിൽ അങ്ങനെ, ഇതിന്റെ കാര്യങ്ങൾ എല്ലാം വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് 1 കിലോ മഞ്ഞൾപ്പൊടി 280 രൂപ 300 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക? ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവാവുന്ന കാര്യമല്ലേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഈ വിപണിയിലൊക്കെ ലഭിക്കുന്നത് മഞ്ഞൾ പൊടിയാണോ അതോ മഞ്ഞപ്പൊടിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ വില പറയുമ്പോഴത്തേക്കും അയ്യോ ഇത്രയും വിലയോ മഞ്ഞൾപ്പൊടിക്ക്, അതിന്റെ പകുതി പോലും ഇല്ലല്ലോ വിപണിയിൽ എന്ന് പറയുന്ന ആളുകളാണ്, പ്രത്യേകിച്ചും വീട്ടമ്മമാരാണ് കൂടുതലും. അപ്പൊ ഇതുപോലെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നോർമലി നമ്മൾ ചെയ്യുന്ന പൊടികൾക്കും ഒക്കെ ആണെങ്കിലും നല്ല വില വരുന്നുണ്ട്. അതിന്റെ കാരണം അത് ഏറ്റവും ശുദ്ധമായിട്ട് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതുപോലെ 100 കണക്കിന് ആളുകൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രോഡക്ട്സ് ഒന്നും ആരും അത്ര ഗൗനിക്കില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോഴും വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് വാങ്ങിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വില കൂടുതലാണെന്ന് പറഞ്ഞ് ഒരു ഉൽപ്പന്നം വാങ്ങാതിരിക്കുക, അല്ലെങ്കിൽ വില കുറവാണല്ലോ, ഇതിനാണല്ലോ ഏറ്റവും വില കുറവെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ അതിന്റെ 10 ഇരട്ടി നമ്മൾ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട അവസ്ഥ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം ചിന്തിച്ച്
ചെയ്താൽ നമുക്കും നമ്മുടെ ആരോഗ്യത്തിനും അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും, ഞങ്ങളിപ്പം ഇതേപോലെ തന്നെ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷെ നമ്മുടെ ബിസിനസ് തുടങ്ങിയതിന് ശേഷം, നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആദ്യം സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അത് നമുക്ക് പറ്റും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളത് ബിസിനസ്സായിട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായിട്ടെല്ലാം പൊടിച്ചുണ്ടാക്കാനായിട്ട് സാഹചര്യവും സമയവും ഉള്ളവർ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ സമയവും സാഹചര്യവും ഇല്ലാത്ത ആളുകൾ, ഇപ്പം കൂടുതൽ ആൾക്കാരും രണ്ടുപേരും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരൊക്കെ ആയിരിക്കും മിക്ക വീടുകളിലും ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇതേപോലെ ഏറ്റവും ശുദ്ധമായത് കണ്ടെത്തി അത് വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ചിന്തിക്കുക, നമ്മൾ ₹1 ലാഭത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അതിലേക്കാളും കൂടുതൽ നമ്മുടെ ആരോഗ്യത്തിനും പൈസയ്ക്കും ഒക്കെ നഷ്ടം ഉണ്ടാകുന്ന ഒരു ലെവലിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.